നമസ്കാരം. പിതൃശാപം. പണ്ഡിതന്മാരായ ജ്യോതിഷന്മാരിൽ നിന്ന് വീണ് കിട്ടുന്ന ഒരു പ്രമാണവും അറിവും ഒരു സാധാരണ ജ്യോത്സ്യനും ഒരു ജ്യോതിഷ വിദ്യാർത്ഥികൾക്കും ഒത്തിരി പ്രയോജനമുണ്ട്. നിർഭാഗ്യവശാൽ പല ജ്യോതിഷ പണ്ഡിതന്മാരും തങ്ങൾക്ക് പരമ്പരാഗതമായി കിട്ടിയതോ സ്വന്തം അനുഭവജ്ഞാനത്തിൽ നിന്ന് പകർന്നു കിട്ടിയതോ ആയ സംഗതികൾ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് നിർഭാഗ്യകരമാണ്. അതിപുരാതനമായ ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ച് കൃത്യമായ ഫലപ്രവചനം നടത്തുന്നവർ അനേകം പേർ ഉണ്ട്. ഗ്രന്ഥങ്ങൾ കിട്ടിയാലും അത് ഉപയോഗിക്കാൻ അറിയാതെ പുതുതലമുറക്കാർ തോണി കിട്ടിയവന് തുഴയില്ല, തുഴയുള്ളവന് തോണിയില്ല, തോണിയും തുഴയുമുള്ളവന് തുഴയാനും അറിയില്ല എന്ന പറഞ്ഞ മാതിരിയുള്ള അവസ്ഥയാണ് പുതുതലമുറക്കാർക്കുള്ളത്. ഇതിന് മാറ്റം വരണമെങ്കിൽ ജ്യോത്സ്യന്മാരുടെ ഇന്നുള്ള മനോഭാവം മാറ്റിയേ തീരൂ. ആരും അറിവിൽ പൂർണ്ണമല്ല. നമ്മുടെ അറിവ് മറ്റൊരാളുമായി പങ്കുവെക്കുമ്പോൾ മാത്രമേ നമ്മുടെ അറിവിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് ബോധ്യമാവുകയുള്ളൂ. ഭാരതീയ സംസ്കാരപ്രകാരം മാതാ, പിതാ, ഗുരു, ദൈവം എന്നിവരെയാണ് ആദ്യം വന്ദിക്കേണ്ടത് എന്ന് ഭാരത സംസ്കൃതി പറയുന്നു. ദൈവത്തിന് 4ാം സ്ഥാനമാണ് നൽകിയത്. നമ്മൾ ഈ ഭൂമിയിൽ വരുന്നതിന് കാരണഭൂതരായി നമുക്ക് ദേഹം നൽകിയ മാതാവിനെയും പിതാവിനെയും ദൈവത്തെക്കാൾ ഉന്നതമായ സ്ഥാനത്ത് വെച്ച് ആദ്യം വന്ദിക്കേണ്ടത് എന്ന് ഋഷിവര്യന്മാർ പറയുന്നുണ്ട്. സൂര്യനും ചന്ദ്രനും മാതാപിതാക്കളെ പ്രതിനിധീകരിക്കുന്നത് പോലെ രാഹു പിതാവിൻ്റെ പൂർവികരെയും കേതു മാതാവിൻ്റെ പൂർവികരെയും പ്രതിനിധീകരിക്കുന്ന ഗ്രഹങ്ങളാണ് ജ്യോതിഷത്തിൽ. 3ാമത്തെ ഗുരു നിസ്വാർത്ഥമായി ശുദ്ധമായ ജ്ഞാനം ആര് പകർന്നു തരുന്നുവോ അവരാണ് ഗുരുക്കന്മാർ. സംസ്കൃതത്തിൽ ഗു എന്നാൽ അന്ധകാരമെന്നും രു എന്നാൽ അത് ഇല്ലാതാക്കുന്നവൻ എന്നുമാണ്. സത്യം തിരിച്ചറിയാതെ പോകുന്നവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്ന ആളാണ് ഭാരതത്തിൻ്റെ ഗുരുസങ്കല്പം. അതായത് യഥാർത്ഥ ജ്ഞാനം പ്രദാനം ചെയ്ത് നേർവഴി കാണിച്ചു കൊടുക്കുന്നവനാണ് ഗുരു. 2 വാഴകാലഘട്ടത്തിലേറെയായി ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഞാൻ പിതൃശാപമുണ്ടോ മാതൃശാപമുണ്ടോ ഗുരുകാരണവന്മാരുടെ അതൃപ്തിയുണ്ടോ നിങ്ങളുടെ അറിവിലേക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. മാതൃ പിതൃ ഗുരുശാപത്തിനിടയുണ്ടോ എന്നൊരാൾ ചോദിച്ചാൽ പ്രശ്നത്തിൽ കുജക്ഷേത്രം ബാധസ്ഥാനമായി സൂര്യൻ നിൽക്കുക, കുജക്ഷേത്രം ബാധസ്ഥാനമായി അവിടെ ചന്ദ്രൻ നിൽക്കുക, പ്രശ്നത്തിൽ ഏതെങ്കിലും ഒരു പാപൻ വാഴത്തോട് കൂടുകയോ അഥവാ വാഴക്ഷേത്രത്തിലോ ബാധകാധിപനായോ നിന്നാൽ ബ്രാഹ്മണശാപമോ ഗുരുശാപമോ എന്ന് ഉറപ്പിച്ച് പറയണം. 6ാം ഭാവാധിപൻ 9ാം ഭാവത്തിലും 9ാം ഭാവാധിപൻ 6ാം ഭാവത്തിലും നിന്നാൽ ഗുരു കാരണവർക്ക് തന്നോട് അപ്രീതി ഉണ്ടായിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാം. സൂര്യനെയും ചന്ദ്രനെയും കണ്ട ഉടനെ ഫലം പറയരുത്. ചന്ദ്രന് കറുത്ത പക്ഷത്തിലും ചതുർദശിയിലും അമാവാസിയിലും മാത്രമേ പാപത്വം വിധിക്കാൻ പാടുള്ളൂ. പക്ഷബലമില്ലാത്ത മറ്റു ദിവസങ്ങളിൽ ചന്ദ്രൻ ബലഹീനനാകുന്നു എന്നുള്ളതല്ലാതെ പാപനാകുന്നില്ല. ആദിത്യൻ ഒരിക്കലും പാപഗ്രഹമാകുന്നില്ല. ആദിത്യന് ബലമുണ്ടായാൽ പ്രതാപാദി ശൗര്യം വിധിക്കുകയല്ലാതെ പാപത്വം വിധിക്കാൻ പാടില്ല. സൂര്യൻ രാജസഗ്രഹമാണ്. സൂര്യനും ചന്ദ്രനും ലഗ്നാധിപനാണെങ്കിൽ പാപത്തെ ഒരിക്കലും പറയരുത്. ലഗ്നാധിപൻ ശുഭനായാലും പാപനായാലും ദോഷകരനാകുന്നില്ല. ഇത്രയും എഴുതാൻ കാരണം കർക്കിടവാവ് അടുത്ത് വരുന്നത് കൊണ്ട് പ്രേതാവാഹന പൂജ ചെയ്യേണ്ടവർ എൻ്റെ അടുത്ത് വന്നു. 4 ജ്യോത്സ്യന്മാർ 4 തരത്തിലാണ് പറഞ്ഞത്. ആവാഹന പൂജ വളരെ ചെലവേറിയ പൂജയാണ്. ആ ചാർട്ട് കണ്ടപ്പോൾ എൻ്റെ മാതൃഹൃദയം ഉണർന്നു. നമ്മുടെ അശ്രദ്ധ കൊണ്ട് ജ്യോതിഷത്തിലെ വിശ്വാസം കുറയാൻ ഇത് കാരണമാവും. ഒരു പുരാണ കഥ. കുന്തി ദേവിയുടെ മൂത്ത പുത്രനാണ് കർണൻ.
സൂര്യഭഗവാനിൽ നിന്ന് ഉണ്ടായതാണ് ആ പുത്രൻ. ഈ രഹസ്യം കുന്തിക്കും സൂര്യനും ശ്രീകൃഷ്ണനുമല്ലാതെ മറ്റാർക്കും അറിയില്ല. വില്ലാളി വീരനാണ് കർണൻ. അർജുനൻ്റെ ഗുരുവായ ദ്രോണാചാര്യർ അർജുനന് ദിവ്യായുധങ്ങളെല്ലാം ഉപദേശിച്ചു കൊടുത്തു. ഇത് കർണനെ ആകുല ചിത്തനാക്കി. ദ്രോണാചാര്യർ ഒരിക്കലും തനിക്ക് ദിവ്യായുധ വിദ്യ ഉപദേശിച്ചു തരില്ലെന്ന് കർണൻ മനസ്സിലാക്കി. ധനുർവിദ്യയിൽ പരശുരാമനെ വെല്ലാൻ ഭൂമിയിൽ മറ്റാരുമില്ല. പക്ഷേ പരശുരാമൻ ബ്രാഹ്മണർക്കല്ലാതെ മറ്റാർക്കും ദിവ്യായുധ വിദ്യ ഉപദേശിക്കില്ല എന്ന് കർണൻ അറിയാം. കർണൻ ഒരു ബ്രാഹ്മണ കുമാരൻ്റെ വേഷത്തിൽ പരശുരാമൻ്റെ മുന്നിലെത്തി തന്നെ ശിഷ്യനാക്കണമെന്ന് അപേക്ഷിച്ചു. തുടർന്ന് കർണൻ തനിക്കറിയാവുന്ന ആയുധവിദ്യകൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രദർശിപ്പിച്ചു. അത്ഭുതകരമായ ആയോധന പ്രകടനം കണ്ട പരശുരാമൻ ആശ്ചര്യപ്പെട്ടു. ഇവൻ ബ്രാഹ്മണർക്കൊരു മുതൽക്കൂട്ടാവും. കർണനെ പരശുരാമൻ ശിഷ്യനാക്കി ദിവ്യായുധങ്ങളെല്ലാം ഉപദേശിച്ചു കൊടുത്തു. ഒരിക്കൽ ക്ഷീണിതനായ പരശുരാമൻ ശിഷ്യനായ കർണൻ്റെ മടിയിൽ തലവെച്ചുറങ്ങി. അപ്പോൾ ഒരു വണ്ട് കർണൻ്റെ തുടയിൽ ആഞ്ഞു കടിച്ചു. രക്തം ധാരയായി ഒഴുകി. ഗുരുവിൻ്റെ ഉറക്കത്തിന് ഭംഗം നേരിടാതിരിക്കാൻ വേദന സഹിച്ച് കർണൻ നിശബ്ദനായിരുന്നു. രക്തത്തിൻ്റെ നനവ് തട്ടിയ പരശുരാമൻ ഞെട്ടിയുണർന്നു. അക്ഷോഭ്യനായിരിക്കുന്ന കർണനെ കണ്ട് പരശുരാമൻ അത്ഭുതപ്പെട്ടു. ജ്ഞാനദൃഷ്ടിയിൽ അദ്ദേഹം ഒന്ന് മനസ്സിലാക്കി. കർണൻ ബ്രാഹ്മണനല്ല, ക്ഷത്രിയനാണ്. കുപിതനായ പരശുരാമൻ കർണനെ ശപിച്ചു. നിർണായക നിമിഷത്തിൽ നീ പഠിച്ച ദിവ്യവിദ്യകൾ നീ മറന്നു പോകട്ടെ. ഇത് കേട്ട് ദുഃഖിതനായ കർണനിൽ നിന്ന് വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയ പരശുരാമൻ ഇങ്ങനെ അരുൾ ചെയ്തു: നീ ഒരു ദിവ്യ ജന്മമാണ്. നിന്റെ അച്ഛനാര് അമ്മയാര് എന്ന് ഞാൻ പറയുന്നില്ല. അത് നീ വഴിയെ അറിഞ്ഞുകൊള്ളും. കർണ, ഒറ്റ കുതിപ്പിന് നേടാൻ കഴിയുന്നതല്ല വിജയം. അതിന് ക്ഷമയോടും സഹിഷ്ണുതയോടും കൂടി കഠിന പരിശ്രമം വേണം. നീ അർജുനനേക്കാൾ പ്രതിഭയുള്ളവനാണ്. പക്ഷേ നീ സ്വീകരിച്ചത് കുറുക്ക് വഴിയാണ്. അതുമൂലം നിനക്കുള്ള പ്രശസ്തി പോലും നീ നഷ്ടപ്പെടുത്തി. ഒരു പോരാളിയുടെ വിജയത്തിന് പിന്നിൽ ചിട്ടയായ പഠനവും സമയത്തിൻ്റെ ശരിയായ വിനിയോഗവുമാണ്. നീ സത്യം തുറന്നു പറഞ്ഞ് എന്നെ സമീപിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ നിന്നെ ശിഷ്യനായി സ്വീകരിക്കുമായിരുന്നു. ഒരുവൻ്റെ വിജയം ഒറ്റപ്പെട്ട സംഭവമോ യാദർച്ഛികമായ നേട്ടമോ അല്ല. അത് അവൻ്റെ ആത്മവിശ്വാസത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും വിജയമാണ്. കർണ, നിനക്ക് ഞാൻ തരുന്ന ഈ ഉപദേശം ലോകത്തിലെ സകല മാനവരാശിക്കും ഉള്ളതാണ്. ഇതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം. ഏറ്റവും നല്ല സമയത്തിനായി ആരും കാത്തിരിക്കരുത്. അങ്ങനൊരു സമയം വരില്ല. മുന്നിലുള്ള സമയത്തെ നല്ലതാക്കുകയാണ് വേണ്ടത്, ഈശ്വര സമർപ്പിതമായി. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.